ഇപ്പോഴെന്നല്ല, കുറേ കാലങ്ങളായിട്ടുള്ളൊരു സംഭവമാണിത്. ഇസ്ലാമോഫോബിയ. ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ, വേഷം, മത ചിഹ്നങ്ങൾ, പിന്നെ ഇസ്ലാമിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ, സുന്നത്താക്കപ്പെട്ട രീതികളെ ഇതിനൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു മറ്റൊരു രീതിയിൽ ചെയ്യാന്നുള്ളതൊരു ചില ആളുകളുടെ മുൻ വിധിയോടുകൂടി നടപ്പിലാക്കുന്ന ഒരു സംഭവം നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ കേസാണ് ഇന്ത്യയിൽ ലേറ്റസ്റ്റായിട്ട് അതിൻ്റെ ആ വിധി വലിയൊരു സംഭവമായിട്ട് പറയാനുള്ളത്. അതാണ് ചെറുതായിട്ടുള്ളത് എന്നും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ നാണിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു വിഷയം എന്താ വെച്ചാൽ, ഒരുപാട് ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എന്താണ് ഇവരിത്, എന്ത് കരുതിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്? ഒരു കൊടും ഭീകരൻ പറയുകയാണെന്ത്, നമ്മൾ ഇത് സപ്പോർട്ട് ചെയ്യണം, നമ്മളിത് എന്താണ് അവിടെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഇവിടെ പൂജ നടത്തണം, പാത്രം കൊട്ടണം എന്നൊക്കെ പറയുമ്പോൾ ഒരു പറ്റ ആളുകൾ അത് സ്വീകരിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കാനുള്ളൊരു കാരണം എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാണില്ല. മനുഷ്യന്മാർ പൊട്ടനായതാണോ അല്ലെങ്കിൽ പൊട്ടന്മാരെ മനുഷ്യന്മാരാക്കിയതാണോ എന്നുള്ളൊരു ചോദ്യം പണ്ട് സലീംകുമാർ ചോദിക്കുന്നുണ്ട് എന്ന കാര്യമാണ്. അതായത് 500ഓളം വർഷങ്ങൾ നിലനിന്നിരുന്ന ഒരു മസ്ജിദ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, 47ൻ്റെ ശേഷമുള്ള ഇന്ത്യ അല്ല, 47ന് മുമ്പുള്ള ഇന്ത്യ. 1500 കാലഘട്ടത്തിലാണ് ഇന്ത്യക്ക് വാസ്കോഡഗാമ വരുന്നത്. 1502-ലോ 3-ലോ ആയിട്ടാണ് കാപ്പാട് കടപ്പുറത്ത് വാസ്കോഡഗാമ കാലുകുത്തുന്നത്. ആ സമയത്ത് കോട്ടക്കല സാമുദ്ര രാജാക്കന്മാരും പറങ്കികളും ഏറ്റുമുട്ടിയ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് തന്നെ അതിനെയാണ് വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ. അതിൻ്റെ ശേഷം ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ഒരു യഥാർത്ഥ പറങ്കികളായിട്ടുള്ളൊരു യുദ്ധം വെച്ചിട്ടാണ് ഈ സ്വാതന്ത്ര്യ സമരം. പിന്നെ യുദ്ധം എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ടുള്ളൊരു സംഭവമാണ്, പുതിയൊരു സാധനമല്ല. നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്വത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ, പലതിനും വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലിപ്പോൾ സ്വാതന്ത്ര്യത്തിന് പറയാൻ കാരണം പുറത്തുനിന്ന് ബ്രിട്ടീഷുകാർ ഇവർ കടന്നു വന്നു. അപ്പോൾ അവരെ തുരത്താൻ വേണ്ടി യുദ്ധം ചെയ്തപ്പോൾ അതൊരു സ്വാതന്ത്ര്യ സമരമായി മാറി. എല്ലാ യുദ്ധങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഇവരൊരു ആവശ്യത്തിനല്ലാതെ യുദ്ധങ്ങളില്ലല്ലോ. ആ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യത്തിലുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടാണ് യുദ്ധം. ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ പെണ്ണിന് ഇയാൾക്ക് പെണ്ണിൻ്റെ വിഷയത്തിൽ ആ പെണ്ണിന് അയാൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആ യുദ്ധം. എന്നതുപോലെ ഈ 1500 കാലഘട്ടത്തിലാണ് ഫസ്റ്റ് പറങ്കികൾ ഇവിടെ വരുന്നതും ഇതൊക്കെ ചെയ്ത് അങ്ങനെ പോയി. അന്ന് കുഞ്ഞാലിമരക്കാരും കൂട്ടരും ഇവരൊക്കെ കൂടി യുദ്ധങ്ങൾ ചെയ്തു. കുഞ്ഞാലിമരക്കാർ 1, 2, 3, 4 ആള് ആയിരുന്നു അതിൻ്റെ അമരത്തായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റിക്ക് പറയുകയാണെങ്കിൽ 47ൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇന്ത്യ രൂപപ്പെടുന്നത്. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർഡ് ഓൺ ഓഗസ്റ്റ്, അങ്ങനെ എന്തോ ആണല്ലോ അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ മുന്നുണ്ട് കഴിഞ്ഞാൽ അമ്പലങ്ങൾ പള്ളിയാക്കണം, അതിൻ്റെ മുന്നുണ്ട് കഴിഞ്ഞാൽ പള്ളികൾ അമ്പലങ്ങളാക്കണം, അതിൻ്റെ മുന്നുണ്ട് കഴിഞ്ഞാൽ ആളുകൾ അതിലേക്ക് തിരിച്ചു പോകണം. ഇങ്ങനത്തെ ഒരു സംഗതി ഇല്ല. ഇപ്പോൾ ചില വിഡ്ഢികൾ പറയുന്നുണ്ട് എന്ത്, എല്ലാവരും ഹിന്ദുക്കളായിരുന്നല്ലോ മുന്നേ, പിന്നീട് അങ്ങോട്ട് മാറിയതല്ലേ, നമുക്ക് എന്താണിത് ആൾക്കാരിത് കേട്ടിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം. മനുഷ്യന്മാർ പണ്ടുള്ളതല്ലല്ലോ ഇപ്പോൾ. ഹിന്ദുക്കൾ വരുന്നതിൻ്റെ മുന്നേ ഇവിടെ ഡിനോസർമാരുണ്ട്, ഇനി അല്ലെങ്കിൽ കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യൻ വന്നത് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊക്കെ പാടെ കാട്ടിക്ക് പോവുക, ഈ ആദ്യം പൊട്ടത്തരം വളമ്പണ പോലെ തലയിൽ വെച്ച് നടക്കാൻ ആളുകളുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഭയങ്കര വിഷമം. ആളുകൾ അങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും. വിഡ്ഢികൾ, ഞാനും ഒരു വിഡ്ഢിയാണ്, ബുദ്ധിമാനൊന്നല്ല. വിഡ്ഢികൾ എല്ലാ കാലത്തും ഉണ്ട്. ബഷീർ കഥ എഴുതിയാലും മൂക്ക് നീണ്ട ആളെ കഥ, ഓനക്ക് ശബ്ദവേഗത്തിൽ പോകുന്ന എന്താണ് ഓരോ സംഗതിനെ പറ്റി കാഴ്ചപ്പാടുണ്ട്. വലിയ വലിയ സംഗതികളാ പറയാം.
എന്നാലോ പൊട്ടത്തരല്ലാതെ വരുന്നില്ല. ബഷീറിൻ്റെ ആ കഥൻ്റെ പേര് ഞാൻ പറഞ്ഞത് ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ഈ കാലഘട്ടത്തിലല്ല എന്നും ഉതകുന്നതാണ്. പക്ഷെ ഇന്നത്തേക്ക് അത് പ്രത്യേകമായിട്ട് നമുക്കത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു PM-ഉം നമ്മളൊരു പ്രസ്ഥാനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതികൾ മൊത്തത്തിൽ വായിച്ചെടുക്കുമ്പോൾ ആ കഥ ചട്ടാക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ പറയുക, ഈ മനുഷ്യന്മാർ ഒരു പറ്റ ആളുകൾ ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നവർ, കുറച്ച് ആളുകൾ കൂടുമ്പോൾ ഒരു കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിന് ഒരു സത്യസന്ധമായ തീരുമാനമാണല്ലോ ഉണ്ടാവല്. ഇത് നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. എന്താണെന്നാണ് മുമ്പ് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭൂരിപക്ഷം ന്യായത്തിൻ്റെ മാനദണ്ഡമല്ല. അത് ഭയങ്കര സത്യമാണ്. നമ്മൾ കരുതുമല്ലോ ഒരുപാട് എല്ലാവരും കൂടി അത് പറയുമ്പോൾ അത് ശരിയാവില്ലെന്ന്. പക്ഷെ അങ്ങനെ ഇല്ലല്ലോ. ഞാനിങ്ങനെ ആലോചിച്ചത് എന്താ, ഇപ്പോൾ കുറേ ആളുകൾ എന്തായാലും തെറ്റിനെ സപ്പോർട്ട് ചെയ്യൂലല്ലോ. ഒരുപാട് ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഓല് നോക്കി അതിനൊരു സത്യസന്ധത വരുമല്ലോ ഇത്. പക്ഷേ അങ്ങനല്ല. റസൂലുള്ള പറഞ്ഞത് ഭൂരിപക്ഷം ന്യായത്തിനുള്ള മാനദണ്ഡമല്ല. ഭൂരിപക്ഷം ആളുകൾ അത് ഓക്കെ എന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്ന് ഇല്ലല്ലോ. അങ്ങനൊരു സംഭവം ഇല്ല എന്നാണ് പറഞ്ഞത്. പറഞ്ഞ മാതിരി തന്നെയാണ്. അങ്ങനെ ഒരു സംഗതി ശരിക്കും ഇല്ല. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ ഹൈക്കോടതി പറഞ്ഞല്ലോ, അവിടെ അമ്പലം രാമമന്ദിരം കെട്ടുകയാണ്, മറ്റോടത്ത് സ്ഥലം കൊടുത്തു ബാക്കിന്നൊക്കെ. അതിനെ ഈ ആളുകൾ അതെന്തായാലും 100% അന്യായമാണ്, ഫാസിസമാണ്, ഭീകരവാദം എന്ന് പറയുന്ന സാധനം അതാണ്. ഒരു തെറ്റിനെ ന്യായീകരിക്കുക എന്നുള്ള സ്വഭാവമാണ്. സ്വന്തം ആളുകളുടെ തെറ്റുകളെ ന്യായീകരിക്കുന്ന ആളുകളാണ് യഥാർത്ഥ ഭീകരവാദി എന്ന് പറയുന്നത്. തെറ്റും ശരി എന്നുള്ളത് എന്താണെന്നുള്ളത് ഇതിൻ്റെ രണ്ടാമത്തെ വിഷയം. ഇവിടെ ഇപ്പം എന്തായി മാറുകയാണെന്നറിയാം. ഇങ്ങനത്തെ തെറ്റുകളൊന്നും തെറ്റുകളല്ല എന്നുള്ള രീതിയിലോട്ട് ഒരു വിഭാഗം ആളുകളെ എത്തിക്കാനുള്ള ശ്രമം ഇവർ എത്രത്തോളം വിജയിച്ചു എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നത്. മനസ്സിലായില്ലേ? തോതിൽ ഇവർ സംഭവങ്ങൾ മനുഷ്യന്മാർ പിന്നെ എല്ലാവരും എല്ലാ കാര്യത്തിലും എല്ലാ വിവരമൊന്നും ഉണ്ടാവില്ല. വിവരങ്ങളൊക്കെ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള മേഖലയിൽ ഉണ്ടാവുന്നല്ലാതെ പൊതുവിലുള്ള വിവരങ്ങൾ അങ്ങനെ ആളുകൾക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ചൂഷണം ചെയ്തിട്ടുള്ള പരിപാടിയാണ് വലുത്. 500 വർഷത്തോളം ബാങ്ക് വിളിച്ച് നമസ്കരിച്ചിരുന്ന ഒരു പള്ളി അത് പൊളിക്കപ്പെട്ടിട്ട് അവിടെ ഒരു രാമമന്ദിർ നിർമ്മിച്ചിട്ട് അത് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കൊണ്ടാടണം എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ എന്ത് വിളിക്കണം? ആ മനുഷ്യനെ ആരായിട്ട് കാണണം? നമ്മൾ ആ മനുഷ്യനെ പിൻപറ്റുന്ന ആളുകളെ ഏതൊരു രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് ഹിന്ദു മുസ്ലിം എന്നുള്ളതല്ല. ഇതേ അനുഭവങ്ങളാണ് ഇനി മൂപ്പരെ പിൻപറ്റുന്ന ആളുകൾക്ക് വരാൻ പോണത്. ഈ രാജ്യത്തെ ചതിച്ചോണ്ടും പറ്റിച്ചോണ്ടും നിൽക്കുകയാണല്ലോ. പക്ഷെ ഇതൊന്നും ഇപ്പോൾ ആരെത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. എന്താ പറയുക, മനുഷ്യന്മാർ ഇത് ഭൂമിയിൽ മുസ്ലിമിനെ സംബന്ധിച്ച് എന്ത് സംഭവിച്ചാലും അള്ളാൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. എന്ത് സംഭവിച്ചാലും, അത് മോഡി ഭരിച്ചാലും ശരി, മറ്റേ ഫിഡൽ കാസ്ട്രോ ഭരിച്ചാലും ശരി, അഡോൾഫ് ഹിറ്റ്ലർ ഭരണത്തിൽ കയറിയാലും ശരി, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രവർത്തകൻ പഠിച്ചവനാണ്. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മൾ തന്നെ അന്വേഷിച്ചാൽ കിട്ടും. ഇതിപ്പോൾ ഈ സൈക്കോളജി മാനിഫെസ്റ്റേഷൻ ഒക്കെ അതൊക്കെ പഠിക്കുന്ന ടീംസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു കുടുക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മളതായിട്ടുള്ളൊരു കാരണം അതിനുണ്ടാവും. നമ്മൾ തന്നെ ആയിരിക്കും അതിൻ്റെ ഉത്തരവാദി എന്നുള്ളത് സയൻസ് പ്രൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ. റസൂലുള്ളാഹി 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ സാധനമാണ് എന്ത്? നമ്മളെ പ്രവർത്തനത്തിൻ്റെ ഫലം നമുക്ക് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ മനുഷ്യന്മാർ നല്ലപോലെ ജീവിക്കുകയാണെങ്കിൽ നല്ല ഭരണകർത്താക്കൾ കിട്ടും. മനുഷ്യന്മാർ പിടുത്തം വിട്ടാലോ ഭരണകർത്താക്കളെ കൊണ്ട് പരീക്ഷിക്കും എന്നുള്ളൊരു സംഭവമുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വിശ്വസിച്ച ആളുകളാണല്ലോ.
നമ്മളിത് നല്ലപോലെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് പിന്നെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് കരുതാം. വിശ്വസിച്ചൊരു വ്യക്തി ചീറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എങ്ങനെയായാലും സംഭവങ്ങൾ ഒക്കെ ഉഷാറാവട്ടെ. ആളുകൾ നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ആരോടും വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല. ഈ മോഡി ആയാലും RSSകാരായാലും BJPക്കാരായാലും ഒക്കെ മനുഷ്യരാണ്, പടച്ചവൻ്റെ പടപ്പുകളാണ്, ഉന്നതരായിട്ടുള്ള സൃഷ്ടികളാണ്. അതിനേക്കാളും മേന്മ പോത്തിനോ ആടിനോ കോഴിക്കൊന്നുമില്ല. മനുഷ്യനാണ് മേന്മ. അത്ര ഉയർന്ന നിലവാരത്തിൽ പടച്ചവൻ സൃഷ്ടിക്കപ്പെട്ട ഈ വസ്തുക്കൾ സ്വയം മൃഗത്തേക്കാൾ അധപതിക്കുന്നുള്ളൊരു സംഭവമുണ്ട്. അത് നമ്മൾ കാണപ്പെടുന്ന ആളുകൾ ആ രൂപത്തിലേക്ക് ആയിപ്പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു പ്രയാസമാണ് നമുക്കിതൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളും പൊട്ടന്മാരാണ്. ഞാനിപ്പോൾ ഈ പറയുന്നത് ഞാൻ വലിയ വിവരമുള്ളവനൊന്നല്ല. ഞാൻ പറയുന്നതിലും പൊട്ടത്തരങ്ങളുണ്ടാവും. അതെന്താണെന്നുള്ളത് നിങ്ങളും പറഞ്ഞുതരണം കേൾക്കുന്ന ആളുകൾ. ഇതൊരിക്കലും എന്തല്ല ഈ പറയുന്ന സംഭവം ഒരു അന്യായത്തിന് ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. അത് സ്വന്തം മതത്തിൽപ്പെട്ട ആളാവട്ടെ, പാർട്ടിയിൽപ്പെട്ട ആളാവട്ടെ, ഏത് പെട്ട ആളായാലും അന്യായം ചെയ്യുന്നവരെ അതിൻ്റെ എന്താണോ നീതിപരമായിട്ടുള്ള ശിക്ഷാ ചെലവ് കൊടുത്തിട്ട് അതങ്ങനെ തന്നെ കൈകാര്യം ചെയ്യണം. അന്യായത്തിനെ സപ്പോർട്ട് ചെയ്യരുത്. അന്യായം ചെയ്യുന്നത് സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ തീവ്രവാദം. അവരാണ് ഭീകരവാദികൾ എന്ന് പറയുന്ന സാധനം. മനസ്സിലായില്ല? അപ്പോൾ നമ്മളാരും ഭീകരവാദിയും തീവ്രവാദിയും ഒന്നും ആവരുത്. നമ്മൾ ജനത്തിനും സമൂഹത്തിനും നാടിനും കുടുംബത്തിനും എല്ലാവർക്കും ഗുണകാംക്ഷികളായി ജീവിച്ച് മരിച്ചു പോകണം. പിന്നെ ഇപ്പോൾ ഈ സാധുക്കൾ വിവരദോഷികൾ പറയുന്ന മാതിരി ഇവിടെ ഇതൊക്കെ പോടങ്ങട്ട് ഹിന്ദുരാഷ്ട്രമാക്കി എന്നിട്ട് പള്ളികളൊക്കെ അമ്പലാക്കി കഴിഞ്ഞാൽ ഇവിടെ സമാധാനം പുലരുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെയാണത് സാധ്യമായത്? നിങ്ങൾ തന്നെ പറയും. നമ്മൾ ഇന്ത്യൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? നാനാത്വത്തിൽ ഏകത്വം. വിവിധ വിശ്വാസികൾ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ കൾച്ചറുള്ള ആളുകൾ ഒക്കെ ഒരേ രാജ്യത്ത് ഒരേ തട്ടിന്ന് ഭക്ഷണം കഴിച്ച് ഒരേ പായലുണ്ട് ഉറങ്ങി കഴിയുക എന്നുള്ളതാണല്ലോ ഇന്ത്യൻ്റെ ഏറ്റവും വലിയ മേന്മ. അത് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ പണ്ടുണ്ട് കഴിഞ്ഞാൽ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് എല്ലാവരും ഹിന്ദുക്കളാവണം. എന്ത് ന്യായമാണ് അതിലുള്ളത്? ഹിന്ദുക്കൾ വരുന്നതിൻ്റെ മുന്നേ ഇവിടെ വേറെയും പലരും ജീവിച്ചിരുന്നു. അവരും ഇപ്പോൾ വന്നുകാണ്ട് എന്താണ് നമ്മൾ ആണ് ഇവിടുത്തെ ആദ്യം ഉണ്ട് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും അതാവണം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ പോകണ കൊല്ലാൻ നിന്നാൽ എൻ്റെ കരപ്പ് അവസ്ഥ. എന്താണ് മനുഷ്യന്മാർക്ക് പറ്റുന്നത്? എന്നിട്ട് ഇത് ഉറക്കെ വിളിച്ച് പറയാൻ ഇവർക്ക് ധൈര്യം വരുന്നുണ്ടേ. അത് കേൾക്കാനും കേട്ടിട്ട് അതാണ് സത്യം എന്ന് പറയാനും നമ്മൾ ഈ നാട്ടിൽ ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടാജനകമായൊരു കാര്യം. ഇത് പറയണത് കേൾക്കണേലല്ല സങ്കടം. ഇത് ഒരു വിവരമില്ലാത്ത ഒരാൾ എന്തോ പറഞ്ഞു എന്ന് നമുക്ക് എഴുതി തള്ളാം. പക്ഷെ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യലാണ് നമുക്ക് സഹിക്കാൻ കഴിയാത്തത്. ഇവരുടെ ബുദ്ധി പണയം വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഇവർ ഈ പറയുന്നത് എന്താണ് ഒന്നും ഐഡിയ കിട്ടുന്നില്ല. എങ്ങനെയായാലും നമ്മുടെ നേതാക്കൾക്കും എല്ലാവർക്കും നല്ല ബുദ്ധികൾ വരട്ടെ. ഇവിടെ നമ്മൾ മനുഷ്യന്മാർക്ക് ദ്രോഹം ചെയ്തോ ചീഞ്ഞിച്ചാവും. ശരിയല്ലേ? ഭൂമിയിൽ തന്നെ അത് പഠിക്കേണ്ടി വരും. മര്യാദക്കൊരു ജീവിതം ഉണ്ടാവില്ല, മരണം ഉണ്ടാവില്ല. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും ജീവിതം ഇല്ലയെന്ന് വിശ്വസിക്കുന്ന പോലെയാണല്ലോ ഇതിൻ്റെ ആളുകൾ. അല്ലെങ്കിൽ പുനർജന്മം ഉണ്ടെങ്കിൽ അതിനൊരു തെളിവ് വേണം. വേറെ ആരെങ്കിലും ഒന്ന് പുനർജനിച്ചിന്. ഇപ്പം പണ്ട് കഴിഞ്ഞ ജന്മത്തിൻ്റെ വല്യാപ്പാൻ്റെ ആ വർഗത്തിൽപ്പെട്ടതിന് ഇപ്പതാ ഇനി ഇതിലായിട്ട് ജനിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല. ഇനിയോ പുനർജന്മം ഇല്ല, മരിച്ചാൽ അവിടെ ഒരു മത്സരമുണ്ട് എന്നുള്ള ഇസ്ലാമിക വിശ്വാസം. അതിന് തെളിവുകളുണ്ടോ? അതൊരു വിശ്വാസമാണ്. അതിന് തെളിവെന്താണ്? ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ഒരു സത്യസന്ധൻ പറഞ്ഞു എന്നുള്ളതാണ് അതിന് തെളിവ് പറയുന്നത്. സത്യസന്ധൻ മാത്രമല്ല, അൽ അമീനായിട്ടുള്ള എല്ലാം കൊണ്ടും ഉത്തമനായിട്ടുള്ള ഒരാൾ അതിനെ ഇത് പറഞ്ഞു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ?
എന്ത് ചെയ്യണം, കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് എല്ലാവർക്കും ഗുണങ്ങൾ ഉണ്ടാകണേ, നീതി ഞാൻ നോക്കിയിട്ട് പ്രവർത്തിക്കുക. എല്ലാവർക്കും ഗുണമുണ്ട് പറഞ്ഞുകൊണ്ട് അന്യായം ചെയ്യരുത്.